പണ്ട് പണ്ടൊരിക്കൽ ഗുരുവായൂർ ക്ഷേത്രത്തിനടുത്തായി ഗുരുവായൂരപ്പൻ്റെ പരമഭക്തനായൊരു കൃഷിക്കാരൻ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ദിവസം രാത്രിയിൽ അയാളൊരു സ്വപ്നം കണ്ടു. 5-6 വയസ്സ് പ്രായം തോന്നിക്കുന്നൊരു കോമള ബാലൻ തൻ്റെ സമീപത്തേക്ക് വന്ന് പുഞ്ചിരി തൂകിക്കൊണ്ട് പാൽ പുഞ്ചിരി തൂകിക്കൊണ്ട് പറയുന്നു, എനിക്ക് പച്ചപ്പയറിൻ്റെ ഉപ്പേരി വേണം. ഇത്തിരി പച്ചപ്പയർ നാളെ അമ്പലത്തിൽ എത്തിച്ചു തരുമോ? അയാളുടെ തോട്ടത്തിൽ നിന്ന് കുറച്ച് പച്ചപ്പയർ തനിക്ക് ഉപ്പേരിക്കായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തിക്കണമെന്ന് പറഞ്ഞതായിട്ടായിരുന്നു സ്വപ്നം. ഗുരുവായൂരപ്പൻ നേരിട്ട് വന്നൊരു സാധനം ആവശ്യപ്പെടുക എന്നത് ഒരു ഭക്തനു മാത്രം കൈവരുന്ന ആ പരമഭാഗ്യം. ആ ഭക്തൻ്റെ സന്തോഷം വർദ്ധിപ്പിച്ചു. ഉറച്ച വിശ്വാസത്തോടുകൂടി ആ ഭക്തൻ പിറ്റേ ദിവസം അതിരാവിലെ കുളിച്ച് ശുദ്ധമായി കുറേ നല്ല പയർ പറിച്ചെടുത്ത് ക്ഷേത്ര പരിസരത്തെത്തി. അക്കാലത്ത് അദ്ദേഹത്തിന് ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശനമില്ലാതിരുന്നതിനാൽ ആ ഭക്തൻ എന്തു ചെയ്തു? ക്ഷേത്രം അധികാരികളെ അമ്പലത്തിൽ നിന്നും പുറത്തേക്ക് വിളിച്ചു വരുത്തി പയർ അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. എന്നിട്ട് ഉപ്പേരി ഉണ്ടാക്കി ഭഗവാന് നിവേദിക്കണമെന്ന് അദ്ദേഹം അപേക്ഷിച്ചു. സ്വപ്നത്തിൽ ഭഗവാൻ തന്നോട് പയർ ആവശ്യപ്പെട്ടു എന്ന വിവരം അവരെ ധരിപ്പിക്കുകയും ചെയ്തു അദ്ദേഹം. അങ്ങനെ അദ്ദേഹം പറഞ്ഞ ആ സ്വപ്ന വൃത്താന്തം അവരാരും അത്ര വിശ്വസിച്ചില്ല. എങ്കിലും ഭഗവാനുള്ളൊരു വഴിപാടാണല്ലോ എന്ന് കരുതി അതുകൊണ്ട് ഉപ്പേരിയുണ്ടാക്കി. എന്നാൽ ശ്രദ്ധക്കുറവിനാൽ അത് കുറച്ച് കരിഞ്ഞു പോയി. അത് വകവയ്ക്കാതെ ആ കരിഞ്ഞ ഉപ്പേരി ഭഗവാന് നിവേദിച്ചു. അന്ന് രാത്രി ഭഗവാൻ വീണ്ടും ആ ഭക്തന് സ്വപ്നത്തിൽ ദർശനം നൽകി. ഇന്ന് കൊണ്ടുവന്ന് അങ്ങ് കൊടുത്ത ആ പയറുണ്ടല്ലോ, ആ പയർ കൊണ്ടുണ്ടാക്കിയ ഉപ്പേരി കരിഞ്ഞു പോയി. അതുകൊണ്ട് നാളെ കുറച്ചുകൂടി പയർ കൊണ്ടുവന്ന് കൊടുത്ത് എനിക്ക് നിവേദിക്കാൻ പറയണം. ഇതായിരുന്നു ആ സ്വപ്നത്തിലെ നിർദ്ദേശം. ആ ഭക്തൻ പിറ്റേ ദിവസവും കുറേ പച്ചപ്പയർ പറിച്ചെടുത്ത് അതിരാവിലെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് അധികാരികളെ ഏൽപ്പിച്ചു. തലേ ദിവസം ശ്രദ്ധയില്ലാതെ ഉപ്പേരി ഉണ്ടാക്കിയതിനാൽ കരിഞ്ഞു പോയിരുന്നുവല്ലേ. അതുകൊണ്ട് ശ്രദ്ധാപൂർവം ഈ ഉപ്പേരി ഉണ്ടാക്കി ഭഗവാന് കൊടുക്കണമെന്ന് അപേക്ഷിച്ചു. ഇത് കേട്ടപ്പോൾ ക്ഷേത്രമധികാരികൾ അത്ഭുതപ്പെട്ടു. തലേ ദിവസം ഉപ്പേരി കരിഞ്ഞു പോയ വിവരം, അതും തങ്ങൾ മാത്രം അറിയുന്ന ആ ഒരു കാര്യം ഇദ്ദേഹം എങ്ങനെയാണ് അറിഞ്ഞത്? അപ്പോൾ തൻ്റെ ആ സ്വപ്നവൃത്താന്തം അദ്ദേഹം പറഞ്ഞു അവരോട്. എല്ലാവരും അത്ഭുതപ്പെട്ടുപോയി. എല്ലാവരും അയാളുടെ ആ ഭക്തിയെ സ്തുതിച്ചു. പരമഭക്തന്മാർക്കും അതിഭാഗ്യവാന്മാർക്കും മാത്രം കിട്ടുന്ന അസുലഭ അനുഗ്രഹം കിട്ടിയ ആ പുണ്യാത്മാവിനെ സ്മരിക്കുന്നതും ഭാഗ്യമാണല്ലേ. കാരണം ഭക്തഭൃത്യനല്ലേ നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ. ഹരേ ഗുരുവായൂരപ്പ ശരണം. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. ഇതുപോലെ എത്രയെത്ര ഭക്തരുടെ സ്വപ്നത്തിൽ ഭഗവാൻ വന്നിട്ടുണ്ടാവും, സംസാരിച്ചിട്ടുണ്ടാവും അല്ലേ. പൊന്നു ഗുരുവായൂരപ്പൻ്റെ സ്വപ്നദർശനം കിട്ടിയിട്ടുള്ള ഈ കഥ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഭഗവാന്റെ ആ ദർശനത്തെക്കുറിച്ച്, ആ സ്വപ്ന ദർശനത്തെക്കുറിച്ച് കമൻറ്റ് ചെയ്യൂ. ഹരേ കൃഷ്ണ.